യെസ്. അപ്പോൾ 2023 ചോദിച്ചൊരു പ്രോഡക്റ്റ് സമ്മും കൂടിയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ സമ്മും പഠിക്കാം, പ്രോഡക്റ്റും പഠിക്കാം. ഓക്കെ. 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ കയ്യിലുള്ളവരെടുക്കുക. 2023 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പാർട്ട് ബിയിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പ്രോഡക്റ്റും ഉണ്ട് സമ്മും ഉണ്ട് കേട്ടോ, രണ്ടും ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ ഈക്വൽ ടു, എയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ്? 3, 2, 1, 4, കോമ ബി ഈക്വൽ ടു, ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് -1, 2, 2, 1, കോമ സി ഈക്വൽ ടു, സിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 3 - 2, 1, 3. കമ്പ്യൂട്ട് എ പ്ലസ് ബി ഇൻറ്റു സി. ഇത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ട് എ പ്ലസ് ബി ഇൻറ്റു സി. മെട്രിക്സിൻ്റെ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഓക്കെ, സാധാരണ അഡീഷനും സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇത് 3 മാർക്ക് സിമ്പിളായിട്ട് നമുക്ക് നേടാൻ പറ്റുന്നതാണ്. ശരിയാണോ? ഇതുവരെ ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. ആദ്യം നമ്മൾ എ പ്ലസ് ബി കണ്ടുപിടിച്ചിട്ട് ആ കിട്ടിയ ആൻസറിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് എ പ്ലസ് ബി കാണാം. അപ്പോൾ ഇതും ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? ആദ്യം ഗിവൺ ദാറ്റ് എന്ന് പറഞ്ഞ് എയും ബിയും സി എഴുതി വയ്ക്കുക, എന്നിട്ട് തുടങ്ങണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിക്കോട്ടെ. നമ്മൾ എഴുതുന്ന നല്ല നീറ്റായിട്ട് എഴുതുക. ഓക്കെ. ഞങ്ങളിതേപോലെ എന്താ പറയുക, പാവങ്ങളാണ്, രക്ഷിക്കണമെന്ന് പറയരുത് പേപ്പറിൽ. ഓക്കെ ഓക്കെ. അങ്ങനൊന്ന് ഗിവണിൽ കണ്ടിട്ട് അവർക്ക് തോന്നണം ഇത് പാവങ്ങളാണെന്ന് കേട്ടോ. ഓക്കെ ഓക്കെ. ഗിവൺ എന്ന് പറഞ്ഞാൽ എയും ബിയും സി എഴുതുക, വേറെ ഒന്നും എഴുതിക്കരുത്. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു സി ആണ് കണ്ടത്. അപ്പോൾ ആദ്യം കൺസിഡർ, അതായത് വെറുതെ രസം. ഓക്കെ, കൺസിഡർ എ പ്ലസ് ബി. നമ്മൾ എഴുതുന്നത് പഠിപ്പിച്ചിട്ടാണെന്ന് തോന്നണം. ഓക്കെ, എ പ്ലസ് ബി 3, 2, 1, 4 പ്ലസ് ബി -1, 2, 2, 1. എയും ബിയും കൂടിയാണ് കൂട്ടി. ഓക്കെ ആണോ? എയും ബിയും തമ്മിൽ കൂട്ടുന്നു. അപ്പൊ കൂട്ടുന്നത് ശ്രദ്ധിച്ചോണ്ടേ. ഈ എലമെന്റ് അത് കറസ്പോണ്ടിങ് എലമെന്റ് ആയിട്ടാണ് കൂട്ടുന്നത്. കാൽക്കുലേറ്ററിൽ കൂട്ടിയാൽ മതി, സ്റ്റെപ്പ് ഒന്നും കാണിക്കില്ല, അത് നല്ലത്. സ്റ്റെപ്പ് കാണിക്കുമ്പോഴാണ് നിങ്ങൾ തെറ്റിക്കുക. ഓക്കെ, നിങ്ങളിവിടെ എഴുതുന്നതാണ് തെറ്റിക്കുക. കാൽക്കുലേറ്റർ ആണെങ്കിൽ വേറെ പ്രശ്നമില്ല. ഇവിടെയുള്ള നമ്പർ എത്രയാണ്? 3. കാൽക്കുലേറ്റർ 3 അടിക്കുക, പിന്നെ പ്ലസ്, സെൻട്രൽ ഓപ്പറേറ്റർ പ്ലസ് അല്ലേ, പ്ലസ് അടിക്കുക, പിന്നെ -1 അടിക്കുക. അപ്പൊ എത്ര വരും? 2 എന്ന് കിട്ടും. ഓക്കെ ആണോ? അടുത്തത് 2 + 2, 4. 1 + 2. ഇവിടെ മൈനസ് ആണെങ്കിൽ 1 - 2 എന്ന് കൊടുക്കണം കേട്ടോ. 1 + 2 എത്രയാണ്? 3. 4 + 1, 5. ഓക്കെ ആണോ? അപ്പൊ എ പ്ലസ് ബി കണ്ടുപിടിച്ചു. ഇനി എ പ്ലസ് ബി ഇൻറ്റു സി ചെയ്യണം. കണ്ടാ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റെപ്പ് എ പ്ലസ് ബി കിട്ടിയ ആൻസറിന് ഇൻറ്റു സി. അപ്പൊ എ പ്ലസ് ബി കിട്ടിയ ആൻസർ ആദ്യം എഴുതിച്ചു. എത്രയാണ്? 2, 4, 3, 5 ഇൻറ്റു സി ആയിരുന്നു. സി എത്രയാ? -1, 2, 2, 1. അല്ല അല്ല, തെറ്റിപ്പോയി, സോറി. 3 - 2, 1, 3. ഇതാണ് നേരത്തെ ആരോ ഡൗട്ട് ചോദിച്ചത്. 2 സ്ക്വയർ മെട്രിക്സ് വന്നാൽ എന്താണ് ചെയ്യാന്ന്? ശ്രദ്ധിച്ചോളണേ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ വിചാരിച്ച പോലെ അല്ല. കേട്ടല്ലോ? ഇതുവരെ എല്ലാവരും എത്തിയോ? എത്തിയില്ലേ? മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലാക്കി എടുക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ബാക്കി എല്ലാം നമുക്ക് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ തലയിൽ കയറാനാണ് കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞാൽ ആദ്യത്തെ മെട്രിക്സ് ഇല്ലേ, ആദ്യത്തെ മെട്രിക്സ് അതിന്റെ റോ മാത്രമേ എടുക്കാൻ പാടുള്ളൂ.
രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളത്തിനായിട്ടാണ് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആദ്യത്തെ മെട്രിക്സിന്റെ റോയും രണ്ടാമത്തെ കോളും. അപ്പൊ നോക്കണേ, 2 × 3 കണ്ടോ, 2 × 3 പ്ലസ്, സെന്റർ പ്ലസ് ആണ്. 4 × പിന്നെ -2 അല്ല, 4 × താഴോട്ടാ വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? 4 × 1. ഇത് മനസ്സിലായോ? ഫസ്റ്റ് റോവിനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ ആയോ? ഷെഫിക്ക് പോയാ ഫസ്റ്റ് റോവിനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ ആണോ? അടുത്തത് ഫസ്റ്റ് റോവിനെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്തത് റോ തന്നെയാണ് എടുക്കുന്നത്, ഫസ്റ്റ് റോ തന്നെയാണ്. അപ്പൊ 2 × സെക്കൻഡ്, മനസ്സിലായോ? ഇങ്ങനെ ഇത് 2 × മൈനസ്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാ, കുറച്ച് ഗ്യാപ്പ് ഇടാം. പ്ലസ് ഒന്നും അല്ല കേട്ടോ, കുറച്ച് ഗ്യാപ്പ് ഇടണേ. പ്ലസ് ഒരു ഗ്യാപ്പ് ഇടണേ, പ്ലസ് മൈനസ് ഒന്നും അല്ല, ഇത് ഗ്യാപ്പ് ഇടാം. 2 × -2 പ്ലസ് 4 × 3. 4 × 3. ഇപ്പൊ ചെയ്ത് നോക്കുക, മനസ്സിലായോ നോക്കാം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അതുപോലെ സെക്കൻഡ് റോ, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ ആണോ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. മനസ്സിലായോ? 2 4നെ 3 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 4നെ -2 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ ആയോ? അപ്പൊ ഫസ്റ്റ് റോ ക്വസ്റ്റ്യൻ ഫൈൻഡ് a + b × c. ഫൈൻഡ് a + b × c എന്ന് പറഞ്ഞു കേട്ടാ. അപ്പൊ a + b കണ്ടിട്ട് പിന്നെ c ആയിട്ട് ഗുണിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ചെയ്തു, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ചെയ്തു. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡ് റോ എടുക്കുക. അടുത്ത റോ, ആദ്യത്തേല് റോ മാത്രം എടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? സെക്കൻഡ് റോ 3 5 അല്ലേ? 3 5നെ ഇവർ രണ്ടായിട്ട് ഗുണിക്കുക. 3 × 3 പ്ലസ് 5 × 1. നോക്കണേ, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, ഇങ്ങനെ. മനസ്സിലായോ? സെക്കൻഡ് റോ അടുത്തതിന്റെ ഫസ്റ്റ് കോളം കൊണ്ട് 3 × 3 5 × 1. അടുത്തതോ സെക്കൻഡ് റോ സെക്കൻഡ് കോളം, 3 × -2 പ്ലസ് 5 × 3. ഇതുവരെ ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ചെയ്തത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, പിന്നെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം. ഇത് കാൽക്കുലേറ്റർ കൂട്ടിക്കോളണേ. ഇത് കാൽക്കുലേറ്റർ 3 × -2 -2 ഉണ്ട് കേട്ടോ, -2. 3 × -2 5 × 3 കേട്ടാ. -4 പ്ലസ് 12 8 അല്ലേ? 9 5 14 അല്ലേ? -6 9. ഇതാണ് ആൻസർ കേട്ടാ. 3 മാർക്കാണേ. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഒന്നുകൂടി തറവാനുണ്ട്, ഒന്നുകൂടി നോക്കണേ. ഓക്കെ ആണോ? ഒന്നും ചെയ്യില്ല, ഇത്രയേ ഉള്ളൂ. ഇത് മെട്രിക്സ് അല്ലേ, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ?
ഹലോ, നമുക്ക് ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണേ നമുക്ക്, കാരണം മൾട്ടിപ്ലിക്കേഷൻ ആണ് 3 മാർക്കിന്റെ ക്വസ്റ്റൻ എല്ലാം വരുന്നത് കേട്ടാ. മനസ്സിലായോ? പറയട്ടെ, മൾട്ടിപ്ലിക്കേഷൻ ഒരു ക്വസ്റ്റൻ ചെയ്യാം. ഓക്കെ, 2024 2024 ക്വസ്റ്റൻ ആണ്. അതായത് സെക്കൻഡ് ക്വസ്റ്റൻ, പാർട്ട് ബി സെക്കൻഡ് ക്വസ്റ്റൻ ആണ്. A equal to 3, 2, -1, 4, 5, -3. B equal to 1, 2, 0, 3, -1, 4. Find AB. AB കണ്ടുപിടിക്കാൻ കേട്ടാ. Find AB. ഓക്കെ ആണോ? AB കാണാനാണേ. പറയട്ടെ, AB. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ രണ്ടും 2/2 ആയിരുന്നു അല്ലേ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് രണ്ടും ഒരേപോലത്തെ മെട്രിക്സ് ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. മനസ്സിലായോ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് എയും ബിയും ഒരുപോലെ ആവണമെന്നൊന്നുമില്ല. ഇത് രണ്ടും ഒരുപോലെ അല്ലല്ലോ. ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ ഓർഡർ എത്രയാ? ഇത് 2 റോയും അല്ലെ, 1, 2 റോയും 3 കോളും ആണ്. ഇതോ 1, 2, 3 റോയും 2 കോളും ആണ് കേട്ടോ. ഓക്കെ, ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കണേ, ഇതും സെയിം ആയാൽ മതി. അതായത് ഇവിടുത്തെ കോളത്തിന്റെ എണ്ണം ഇവിടുത്തെ റോയുടെ എണ്ണം സെയിം ആയാൽ മതി. മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആവാനുള്ള റൂളാണ് പറയുന്നത്. നമ്പർ ഓഫ് കോളം നമുക്കതൊന്നും അറിയണ്ട, അവർ കാണാൻ പറഞ്ഞ് കണ്ടാൽ മതി. മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നമ്പർ ഓഫ് കോളം ഓഫ് ഫസ്റ്റ് മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണം ഈക്വൽ ടു നമ്പർ ഓഫ് റോ ഓഫ് സെക്കൻഡിന്റെ റോയുടെ എണ്ണം സെയിം ആണെങ്കിൽ നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റത്തെ കോളത്തിന്റെ എലമെന്റും സൈഡിന്റെ ഓക്കെ അല്ലേ? അപ്പോൾ AB കണ്ടുപിടിക്കുകയാണ് നമ്മള്. AB ഇതൊക്കെ എഴുതിക്കും, മനസ്സിലാക്കാനാണ് AB. അത്ര വലിയ സംഭവം എന്നല്ല, 3 മാർക്ക് സിമ്പിൾ ആയിട്ട് നേടാം. 3, 2, -1, 4, 5, -3 ഇൻറ്റു B താഴോട്ട്. ഓക്കെ, 1, 2, 0, 3, -1, 4. AB എയും ബിയും കൂടി ചെയ്യണേ. ഓക്കെ, പറയട്ടെ, ഇതിലെ ഫസ്റ്റ് റോനെ ഇതിന്റെ ഫസ്റ്റ് കോളം കൊണ്ട് എന്ത് ചെയ്യാം? എത്ര വരിക? 3 × 1 + 2 × 0 + -1 × -1. വേണ്ട, ക്ലിയർ ആയോ? ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ഒരു സ്പേസ് ഇടാം. ഫസ്റ്റ് റോനെ സെക്കൻഡ് കോളം 3 × 2 + 2 × 3 + -1 × 4. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ക്ലിയർ ആയോ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഓക്കെ അല്ലേ? ഇതുവരെ ക്ലിയർ ആണോ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ്. ഇനി സെക്കൻഡ് റോ എടുക്കാം. സെക്കൻഡ് റോ എത്രയാ? 4 × 1 + 5 × 0 + -3 × -. അവിടെയോ 4 × 2
plus 5 into 3 plus minus 3 into 4. എത്ര കിട്ടി പറഞ്ഞേ? 4 8 1 ആണോ? ഇവിടെ -3 -1 അല്ലേ മൾട്ടിപ്ലൈ ചെയ്തേ? അപ്പോൾ 7 അല്ലേ വരിക? 2 മൈനസ് ഉണ്ട്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? 7 അല്ലേ വേണ്ട. ഒരു മൈനസ് മിസ്സായിട്ടാണ് രമേഷ് സാറേ. അപ്പോൾ ഇതാണ്. ഓക്കെ, ചിലപ്പോഴുണ്ടല്ലോ ഇതിപ്പോൾ ഈ പ്രോബ്ലം AB കാണാൻ മാത്രമേ ചോദിച്ചിട്ടുള്ള 3 മാർക്ക് കിട്ടിയിട്ടാ. വളരെ എളുപ്പമാണ് 3 മാർക്ക് കിട്ടാൻ. 2024 ക്വസ്റ്റൻ ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി AB ചിലപ്പോൾ പ്രൂവ് ദാറ്റ് AB നോട്ട് ഈക്വൽ ടു BA എന്ന് പറയും കേട്ടോ. അപ്പൊ B ഒന്ന് കണ്ടുപിടിച്ചേ. ചിലപ്പോൾ ഇങ്ങനെയാണ് ചോദിക്കുക, പ്രൂവ് ദാറ്റ് AB നോട്ട്. അത് വലിയ പ്രോബ്ലം ആകുമ്പോൾ ABയും Bയും കാണാൻ ചോദിക്കും കേട്ടല്ലോ. 7 മാർക്കിന്റെ സബ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിച്ചാലോ. മനസ്സിലായി? ഇതുവരെയൊക്കെ ഒറ്റ ക്വസ്റ്റ്യൻ 7 മാർക്ക് തന്നിട്ട് ഇപ്രാവശ്യം നിങ്ങൾക്ക് പ്രാന്താക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എത്തും, ഒരു 3 മാർക്കിന്റെ ഇൻവേഴ്സ് വേറെ എന്താ സോൾവ് ചോദിക്കുന്നേ ഇല്ലെന്ന് വെക്കുക. അങ്ങനെയൊക്കെ ചോദിച്ചാൽ പെട്ട് പൂട്ടാ. മനസ്സിലായോ? നമ്മൾ സോൾവിനെ പ്രതീക്ഷിച്ച് പോയിട്ട് അവിടെ സോൾവ് കാണാതിരിക്കുമ്പോഴേ ഷെഫിക്ക് അവിടെ പോയി കണ്ടില്ലല്ലോ, നീ പോയാ? ലെഫ്റ്റായി. മനസ്സിലായി? അപ്പൊ ചിലപ്പോ അങ്ങനെയൊക്കെ വരും കേട്ടോ. നമ്മുടെ സോൾവിന് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ആണ്. സന്ദീപ് മാഷ് പറഞ്ഞിട്ടുണ്ട് സോൾവ് ചോദിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ സോൾവ് കാണാതെ ഇരിക്കട്ടെ. ഇതേപോലെ പ്രൂവ് ദാറ്റ് AB നോട്ട് ഈക്വൽ ടു BA എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ ഇന്നൊന്നും പറയരുത്. അതുകൊണ്ട് BA കൂടി ചെയ്തോളൂ. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ട? അപ്പോൾ BA കൂടി കണ്ടാൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് മറ്റൊരു 2015 സ്കീമിന്റെ പിള്ളേർക്ക് ഇത് ഷുവർ ക്വസ്റ്റൻ ആയിരുന്നു. ഷോ ദാറ്റ് AB നോട്ട് ഈക്വൽ ടു BA എന്ന് തെളിയിക്കാൻ പറയും. ABയും Bയും ഈക്വൽ അല്ല എന്ന് തെളിയിക്കുക. വേറെ ഒന്നും ചെയ്യണ്ട, BA കണ്ടുപിടിച്ചാൽ മതി. BAയുടെ ആൻസർ ABയുടെ ആൻസർ ശരിയാവില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൂടി ചെയ്യാം നമുക്ക്. BA ഇത് കഴിഞ്ഞാൽ ഞാൻ നിർത്തല്ലേ. നമുക്ക് അടുത്ത B ആദ്യം എഴുതണേ. 1 2 0 3 -1 4 ഇൻറ്റു A രണ്ടാമത് 3 2 -1 4 5 -3. ഓക്കേടാ. ഒരു ചെറിയ പ്രശ്നമുണ്ട്, ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. പറയട്ടെ. ഇവിടെ ഫസ്റ്റ് റോയിൽ 2 ആൾക്കാരുള്ളൂ. അത് ഫസ്റ്റ് കോളം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. കണ്ടോ? 2 പേരുള്ളൂ. അപ്പൊ ഏതൊക്കെയാ? 1 × 3 + 2 × 4. അത് കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കഴിഞ്ഞു. മനസ്സിലായോ? അടുത്തതോ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. എത്ര വരിക? 1 × 2 + 2 × 5. ക്ലിയർ ആയോ? അടുത്തത് ഫസ്റ്റ് റോ തേർഡ് കോളം. അപ്പോൾ 1 × -1 + 2 × -3. അപ്പോൾ 3 ലൈൻ ഉണ്ട് കേട്ടോ. നോക്കണേ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം. ശരിയായോ? മനസ്സിലാക്കണേ. ഫസ്റ്റ് റോയില് 1 2 ആണ്. ഈ 1 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 സ്റ്റെപ്പായി ഇതാ. ഒന്ന് എഴുതി നോക്കാം. കൺഫ്യൂഷൻ വരുന്ന ഒന്ന് എഴുതി നോക്കാം. കിട്ടിയോ? ഇങ്ങനെ ഓക്കെ ആണോ?
ഇതിപ്പോൾ രണ്ട് എഴുതിക്ക് എത്രയൊന്ന് ആദ്യത്തെ ആൻസർ 6, 8, 3, 11. 11, 12 -7. അടുത്തത് 7 അല്ലേ? 12, 15 -9. അടുത്തത് 13 -11. ഓക്കെ, ഇത് താഴെ എഴുതാ AB ≠ BA. അത്രേ ഉള്ളൂ. AB BA സെയിം അല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻസ് പഠിക്കണം. ഓക്കെ, ഒരിക്കൽ ചോദിച്ചതാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്, പക്ഷേ കൺഫ്യൂഷൻ ആക്കുന്നതാണ്. പറയട്ടെ, കുഴപ്പമില്ലല്ലോ, ചെയ്യാലോ നമുക്ക്. സിമ്പിളായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇതേപോലെ എനിക്ക് ചോദിച്ചതാണ്. ഇതൊന്നും നിങ്ങൾക്ക് ചോദിക്കുന്നത്, കാരണം നമുക്കധികം എക്സാം നടന്നിട്ടില്ലല്ലോ. ഇപ്പം ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റനൊക്കെ 2015 സ്കീമിന്റെ പിള്ളേരില്ലേ, അവർക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് 3 വർഷം ചോദിച്ചതിൽ ഇങ്ങനത്തെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. ആ സ്ക്വയറിന്റെ മാത്രമേ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്, പക്ഷെ തെറ്റിക്കും ചെയ്യും. അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. അതായത് A = തന്നിട്ടുണ്ട് 1, 2, 3. B = തരുന്നുണ്ട് ഒരു കോളം മാത്രം 0, 5, 4. വളരെ സിമ്പിൾ ആണ്. ഷോ ദാറ്റ് AB ≠ BA. AB BA ഈക്വൽ അല്ല. അപ്പോൾ ഇത്രയും സിമ്പിൾ ക്വസ്റ്റൻ ആയതുകൊണ്ട് നമ്മൾ തെറ്റിക്കൂട്ടെ. ഓക്കെ, പറയട്ടെ. മനസ്സിലായോ? ഇത്രയും സിമ്പിൾ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. പറയട്ടെ. അപ്പോൾ അതായത് ആദ്യം AB കാണുകയാണേ. AB മാക്സിമം ഊറ്റിക്കഴിഞ്ഞ് ഓരോ മാർക്കറൊക്കെ. AB = എഴുതി. ആദ്യം A എഴുതാം. 1, 2, 3 ഇൻറ്റു B എഴുതാം. 0, 5, 4. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ റൂള് പ്രകാരം ആദ്യത്തെ മെട്രിക്സിന്റെ റോയ് അല്ലേ എടുക്കേണ്ടത് അല്ലേ? ആദ്യത്തെ മെട്രിക്സിന്റെ റോയ് എത്രയാണ്? 1, 2, 3 അല്ലേ? അത് 0, 5, 4 മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എന്ത് വന്നു? 1 × 0 പ്ലസ് 2 × 5 പ്ലസ് ഇതല്ലേ റോ, ഇത് റോ മുഴുവൻ എടുക്കണേ, ഇത് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് 3 × 4. ശരിയല്ലേ? അപ്പൊ ഒറ്റ വാല്യൂ ഉള്ളൂ. എത്ര അടിച്ചു വെക്കാം? 20. കഴിഞ്ഞു കേട്ടോ. AB കണ്ടു. ഇത്രയും അതുകൊണ്ട് പറഞ്ഞു വളരെ സിമ്പിൾ ആണെന്ന്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇതെന്താ സാറേ ഇത്? കേട്ടല്ലോ, ഒരു റോയും ഒരു കോളം. ഏതാ? നോക്കി വെക്കാം. തിരിച്ചിട്ട് അങ്ങനെ തന്നെ വരും നമ്മൾ ചിന്തിക്കും. പക്ഷെ പ്രശ്നമാണ് കേട്ടോ, അങ്ങനെ വരില്ല, അങ്ങനെ വരില്ല. നോക്കാം, നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് അതിപ്പോൾ എങ്ങനെയല്ലേ, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. തിരിച്ച് ചെയ്യുന്നത് കുറച്ച് കഷ്ടപ്പാടാണ്. ഇത് എളുപ്പമായിട്ട് കിട്ടിയിട്ടാ. തിരിച്ചത് കഷ്ടപ്പാടാണ്. പറയട്ടെ, ഇതുവരെ ഓക്കെ അല്ലേ? ഇതുവരെ എഴുതാം. പക്ഷെ ഇത് തിരിച്ച് ചെയ്യുന്നത് കുറച്ച് കഷ്ടം കേട്ടോ. നോക്കണേ, വലിയ കഷ്ടമൊന്നും. BA എന്തായാലും മെട്രിക്സിൽ ഈക്വൽ ആവില്ല. ഓക്കെ, അതുകൊണ്ട് BA കണ്ടുപിടിക്കണേ. B ആദ്യം എഴുതി. 0, 5, 4. തിരിച്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൻസർ കിട്ടേട്ടാ. 1, 2, 3. നമ്മുടെ റൂള് പ്രകാരം ആദ്യത്തെ റോയല്ലേ എടുക്കണ്ടേ? ഓക്കെ, ആദ്യത്തെ റോയിൽ 0 മാത്രമേ ഉള്ളൂ. അപ്പൊ 0 × 1 കഴിഞ്ഞപ്പോൾ തന്നെ പ്രോബ്ലം അവസാനിച്ചു. ഇനി കോളം വേറെ ഇല്ല. ഇവിടെ ഒരു കോളത്തിൽ ഒരാളേ ഉള്ളൂ കേട്ടാ. 0 × 1 തീർന്നു. പക്ഷെ അടുത്തത് എന്താ? ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തേക്ക് പോവാ. അപ്പൊ കുറച്ച് സ്പേസ് ഇട്ടിട്ട് 0 × 2 ചെയ്തു.
കുറച്ച് സ്പേസ് ഇട്ടിട്ട് 0 × 3 ചെയ്ത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം, സെപ്പറേറ്റ് ആയിട്ട് 3 റോ ചെയ്തു, 3 കോളം ചെയ്തു കേട്ടോ. ക്ലിയർ ആയോ? അടുത്തത് അടുത്ത റോ എടുത്തു 5 × 1, അത് കഴിഞ്ഞു, ഫിനിഷായി. മനസ്സിലായോ? 5 × 2, 5 × 3. അടുത്തതോ 4 × 1, 4 × 2, 4 × 3. എത്ര വരുന്നത് നോക്കാം? 0 0 0 5 10 15 4 8 12. ഇതാണ് ആൻസർ കേട്ടോ. അപ്പോൾ എ ബി നോട്ടിഫൈ ചെയ്യുക, എ ബിയും ബിയും സെയിം അല്ല. അപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് കൺഫ്യൂഷനായി തെറ്റിക്കും കേട്ടോ. ഇത്രയും സിമ്പിൾസ് ആണ്, നമ്മൾ കൺഫ്യൂഷനായി തെറ്റിക്കും. ഉറപ്പാണ്. ക്ലിയർ ആണോ? ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കറക്റ്റായിട്ട് എഴുതാൻ നല്ലത്. ബി എ അങ്ങനെ ചെയ്യുമ്പോഴേ ഓരോ റോയും ഓരോ കോളത്തിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പ് കറക്റ്റായിട്ട് എഴുതി ശീലിക്കുക, അതായിരിക്കും നല്ലത് കേട്ടോ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം, പിന്നെ സെക്കൻഡ് റോ ഫസ്റ്റ്, സെക്കൻഡ് റോ സെക്കൻഡ്, സെക്കൻഡ് റോ തേർഡ്. അടുത്തതോ തേർഡ് റോ ഫസ്റ്റ്, തേർഡ് റോ സെക്കൻഡ്, തേർഡ് റോ തേർഡ്. ക്ലിയർ അല്ലേ? ക്ലിയർ, കുഴപ്പമില്ലല്ലോ. നാളെ രാവിലെ എനിക്ക് കുറച്ച് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് മൾട്ടിപ്ലിക്കേഷൻ്റെ 2 ക്വസ്റ്റ്യൻ കൂടി എനിക്ക് പഠിപ്പിക്കാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടി കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ മതിയില്ല, കുഴപ്പമില്ലല്ലോ. വേറൊന്നുമല്ല, മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്, വേറൊന്നുമില്ല. അതിന് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല, ശ്രദ്ധിക്കുക, ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ ടെക്സ്റ്റിലുള്ള സോൾവ്ഡ് എക്സാമ്പിൾ ആണ്. ഇതുവരെ ചോദിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഓക്കെ, ഓരോന്ന് ഓരോ വർഷം ചോദിക്കുന്നുണ്ട് അവർ. അപ്പോൾ ഇതുവരെ മനസ്സിലായോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സോൾവ്ഡ് എക്സാമ്പിൾ ഇതിൻ്റെ തൊട്ട മുമ്പത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചോദിച്ച് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എ ബി ബി സി ഇതാണ് എ ബി നോട്ട് ഈക്വൽ ബി ആണ്. അതിൽ എ ബി മാത്രമേ കാണാൻ ചോദിച്ചിട്ടുള്ളൂ. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ എ ബി മാത്രമേ കാണാൻ ചോദിച്ചുള്ളൂ. ഞാൻ എ ബി നോട്ട് ഈക്വൽ ബി കൂടി പഠിപ്പിച്ചെന്നുള്ളൂ കേട്ടോ. കാരണം അത് ചോദിക്കാനൊക്കെ 7 മാർക്കായി, കുറച്ച് ഹൈ ലെവലായി. അപ്പോൾ 7 മാർക്കിൻ്റെ എങ്കിൽ 7 തരൂ, അതുമില്ല. അപ്പോൾ ഒരു 7 അവർ 2 മാറ്റും. ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ, പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അതായത് ഇതുവരെ ചരിത്രത്തിലെ 2021 സ്കീമിലെ ക്വസ്റ്റ്യന് 7 മാർക്കിൻ്റെ എന്താണ് സോൾവ് ക്രാമേഴ്സ് റൂളും, അല്ലെങ്കിൽ മറ്റേത് സോൾവ് ദ ഇക്വേഷൻ ബൈ കോഎഫിഷ്യന്റ് ഓഫ് മെട്രിക്സിന്റെ ഇൻവേഴ്സ്, ആ 2 ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ 3 വർഷവും അതേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് ആരാന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായോ? കുറച്ച് ഏതെങ്കിലും ബുദ്ധിജീവികൾ വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ തീർന്നു. അത് അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ടഫ് ആവുന്നതും ക്വസ്റ്റ്യൻ ലിബറൽ ആവുന്നു. അപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നില്ല, പറയുന്നത് നമ്മൾ സോൾവ് മാത്രം പ്രതീക്ഷിച്ച് പോയിട്ടേ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ സാറേ ടഫായി എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക്, കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന മെട്രിക്സ് ആണ് അല്ലേ, മെട്രിക്സ് മെട്രാണ് പ്രതീക്ഷിച്ച് പോകുന്നത്. അപ്പോൾ അവിടെ ടഫ് ആവാൻ പാടില്ല. ടഫായാലും നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, വളരെ എളുപ്പമാണ്. ഇത് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നുന്നുള്ളൂ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എഴുതണേ, ഇതുവരെ നമുക്ക് ചോദിച്ചിട്ടില്ല. പക്ഷേ 2015 സ്കീമിലെ പിള്ളേരുടെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമുക്ക് ഇറക്കിയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എടുക്കുന്നുണ്ട്, സോൾവഡ് എക്സാമ്പിൾ ആയിട്ട് ഇത് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ജസ്റ്റ് എഴുതാം. ക്വസ്റ്റ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും എവിടെയെങ്കിലും കേട്ടോ. എ ഈക്വൽ ടു എഴുതാനേ 1 2 2 2 1 2 2 2 1. ഷോ ദാറ്റ് സുഖമാണ്, ആൻസർ സുഖമാണ്. ഷോ ദാറ്റ് ആണ് കേട്ടോ. കിട്ടിയാലും ആൻസർ തന്നെ എഴുതിച്ചാൽ മതി. എ സ്ക്വയർ മൈനസ് 4a മൈനസ് 5y 880. ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു ഇത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത്രയും വലിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ 7 മാർക്കിൻ്റെ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടല്ലോ. അപ്പോൾ നമ്മുടെ സോൾവിന് മാത്രം പ്രതീക്ഷിച്ച പോലെ 5y എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാവേ. 5y. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മുടെ കിളി പോയില്ലേ.
മറ്റേ പറഞ്ഞ പോലെ അപ്പോൾ അങ്ങനെ ക്ലിപ്പ് ഉണ്ടാകും. വളരെ എളുപ്പമാണ്, കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ഇതിൽ ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി. എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ എ സ്ക്വയർ ആദ്യം കാണണം. ഇതിലുള്ള ഓരോരുത്തരെയും നമ്മൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ഐക്വേഷനാണ് ഇട്ട് കൊടുക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് മനസ്സിലായോ? അപ്പോൾ നമ്മൾ എ സ്ക്വയർ കാണുന്നു, വേറൊന്നുമില്ല. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തോ. 1 2 2 2 1 2 2 2 1 ഇൻറ്റു 1 2 2 2 1 2 2 2 1. അല്ലാതെ ഇതിനെ ഓരോന്നിനെയും പിടിച്ച് സ്ക്വയർ ചെയ്ത് വെക്കരുത്. ഞാൻ പിള്ളേർക്ക് കൊടുത്തപ്പോൾ അവരെല്ലാത്തിനും സ്ക്വയർ വെച്ചു. 1 സ്ക്വയർ 2 സ്ക്വയർ 2 സ്ക്വയർ 2 സ്ക്വയർ. അതല്ല കേട്ടോ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ചെയ്യുക. കുറച്ച് കഷ്ടപ്പാടുണ്ട്. 3 റോയും 3 കോളം, മനസ്സിലായോ? അപ്പോൾ 9 സ്റ്റെപ്പ് വേണം കേട്ടോ. കാര്യം മനസ്സിലായോ? ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവേ. വെറുതെ ബോർഡിൽ നോക്കി എഴുതിയിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളുടെ നോട്ട് നോക്കി മനസ്സിലാക്കി എഴുതിയേ. നിങ്ങളുടെ നോട്ട് നോക്കാം. ഫസ്റ്റ് റോയിലുള്ള ആള് ഇവിടെ ഫസ്റ്റ് റോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് കോളായിട്ട് ഞാനിവിടെ എഴുതുന്നുണ്ട്. 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 2 ചെയ്തത് നോക്കണേ. റോ എല്ലാട്ടും മൾട്ടിപ്ലൈ ചെയ്തത് മനസ്സിലാക്കി പഠിക്കണേ. ഫസ്റ്റ് റോനെ ഇങ്ങനെ കേട്ടോ. ഫസ്റ്റ് കോളം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, തെറ്റിക്കരുത്. ഇവിടെ റോ മാത്രമേ എടുക്കുള്ളൂ. മനസ്സിലായി പറഞ്ഞേ? ഓരോ പൊസിഷനും നോക്കി നിങ്ങളുടെ നോട്ട് നോക്കി എഴുതാം. 1 1ഓട് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് 2 2ഓട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് എഴുതുന്നേക്കാൾ നല്ലതേ കാൽക്കുലേറ്റർ അടിക്കണം. അതാണ് തെറ്റാതിരിക്കാൻ ചാൻസ് കൊടുത്തത്. ഞാൻ ഐഡിയ പറയട്ടെ. എഴുതിയിട്ട് തെറ്റിക്കുന്നേക്കാൾ നല്ലത് കാൽക്കുലേറ്റർ 1 അടിക്കുക. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് എത്രയാ? 1. അപ്പോൾ 1 ഇൻറ്റു 1 അടിക്കുക കാൽക്കുലേറ്റർ. പ്ലസ് 2 താഴോട്ട് വരാം. 2 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 2 ഈക്വൽ ടു അടിച്ചാൽ മതി. ഒറ്റയ്ക്ക് ആൻസർ എഴുതിക്കോ, യാതൊരു കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെ എഴുതണോ? എന്താ ഇങ്ങനെ എഴുതുമ്പോൾ തെറ്റിക്കോ? അടുത്തത് ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് റോ തന്നെയാണ്. ഫസ്റ്റ് റോനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വരും? 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 2. അടുത്ത ഫസ്റ്റ് റോ എത്ര? 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 1. അപ്പോൾ നമ്മൾ ചെയ്തത് നോക്കാം. ചെയ്തത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം കേട്ടോ. ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഫസ്റ്റ് റോനെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഫസ്റ്റ് റോനെ തേർഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം. ഇതേപോലെ ഫസ്റ്റ് റോ ഇതുപോലെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അപ്പം 2 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 2. സെക്കൻഡ് റോ സെക്കൻഡ് കോളം 2 ഇൻറ്റു 2 1 ഇൻറ്റു 1 2 ഇൻറ്റു 2. അടുത്തത് 2 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 1. അപ്പോൾ സെക്കൻഡ് റോ നോക്കണേ. സെക്കൻഡ് റോ ഫസ്റ്റ്, സെക്കൻഡ് റോ സെക്കൻഡ്, സെക്കൻഡ് റോ തേർഡ്.
അടുത്ത തേർഡ് റോ 2 into 1 plus 2 into 2 plus 1 into 2. 2 into 2 plus 2 into 1 plus 1 into 2. 2 into 2 plus 2 into 2 plus 1 into 2. ഇതാണ് എ സ്ക്വയർ. കണ്ടുപിടിച്ചത് പറയണേ. 4 9 അല്ലേ? 9 8 8 8 8 9 8 9 8 8 8 9 8 8 8 9 ഫാൻസി നമ്പറാണ് കേട്ടോ. ഓക്കെ, ഇതാണ് എ സ്ക്വയർ കിട്ടിയത്. എ സ്ക്വയർ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ആൻസർ കിട്ടിയത് അല്ലേ. ഇനി 4a കണ്ടുപിടിക്കണേ, ശ്രദ്ധിക്കുക. അപ്പോൾ എ സ്ക്വയർ കണ്ടത് മനസ്സിലായി വിചാരിക്കുന്നു. എ സ്ക്വയർ കിട്ടി. അതുപോലെ 4a. അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ റിസ്ക് ഇല്ല കേട്ടോ. ചുമ്മാ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ തോറ്റു കൊടുക്കരുത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 4a equal to 4 into എയുടെ വാല്യൂ കൊടുത്തു. 1 2 2 2 1 2 2 2 1. 4 into മൾട്ടിപ്ലൈ ചെയ്യുക. ഓരോന്നിനെയും 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 1 4, 4 into 2 8 8 8 4 8 8 8 4. ഇതാണ് 4a. ക്ലിയർ ആയോ? 4നെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ അല്ലേ? അടുത്തത് 5i. ശ്രദ്ധിക്കുക, 5i. 5 into i 3/3 മെട്രിക്സ് അല്ലേ? ഇത് 3 റോയും 3 കോളമുള്ള മെട്രിക്സ് അല്ലേ? അത് വരുമ്പോൾ i 1 0 0 0 0 1 സോറി 0 1 0 0 0 1. ഇതാണ് i കേട്ടോ. 2/2 മെട്രിക്സ് ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ, 1 0 0 1. ഇതാണ് i. 2 റോ ഉള്ള മെട്രിക്സിന്റെ i ഇതാണ് 1 0 0 1. 3 റോ ഉള്ള മെട്രിക്സിന്റെ i എന്ന് പറഞ്ഞാൽ ഇതാണ് 1 0 0 0 1 0 0 0 1. ഇത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഡയഗണലിൽ 1 വരുന്നതാണ് i കേട്ടോ. അപ്പോൾ 5 0 0 0 5 0 0 0 5. അതാണ് 5i എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ 1 ഇല്ലേ, അതായത് നമ്മൾ 1 ഉണ്ടല്ലോ, 1ന്റെ പറയുന്ന പേരാണ് മെട്രിക്സിലെ i. അതായത് മെട്രിക്സിലെ i എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് എന്നാണ്. 2 റോ വരുമ്പോൾ i എന്ന് പറഞ്ഞാൽ ഡയഗണലിൽ 1 എഴുതാം, ബാക്കി 2 0 എഴുതാം. ഇതിപ്പോൾ 3 റോയുടെ ക്വസ്റ്റൻ അല്ലേ, 3 റോയുടെ മെട്രിക്സ് അല്ലേ. അപ്പോൾ i എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. 3 ഡയഗണലിൽ 1 എഴുതാം, ബാക്കി എല്ലാവരും 0 എഴുതാം. 4 റോ ആണെങ്കിലോ 4 1 ഇട്ട് കൊടുക്കുക, ബാക്കി എല്ലാവരും 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണ്. 3/3 ആയതുകൊണ്ട് ഇങ്ങനെ ആയിട്ട് കൊടുത്തു. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയോ? കേട്ടില്ല? 4 വരുമ്പോ ഇങ്ങനെ വരും. 1 0 0 0 0 1 0 0 0 0 1 0 0 0 0 1. കണ്ടോ? 4 വരില്ല, പേടിക്കണ്ട. നമുക്ക് 3 വരുള്ളൂ കേട്ടോ. 4 മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അറിയില്ല, വന്നാൽ എഴുതാം. ഓക്കെ, അത്രയും വലിയ ടഫ് ഒന്നും നമ്മുടെ പോളിടെക്നിക്കിൽ ഇല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അതിന് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് കുറയ്ക്കുമ്പോൾ 0 കിട്ടണം. കിട്ടിയില്ലെങ്കിൽ 0 എഴുതിച്ചോട്ടാ, ഒന്നും നോക്കണ്ട. പ്രൂവ് ദാറ്റ് അല്ലേ? ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ അല്ലേ, അതിൽ എന്തിനിട്ട് കൊടുക്കുക? അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് അപ്പോൾ ഒറ്റടിക്ക് ഏതാണ്? കൺസിഡർ. ഷോ ദാറ്റ് എന്നാണ് ഇത് പറഞ്ഞെങ്കിൽ നമ്മൾ കൺസിഡർ എന്ന് പറഞ്ഞ് തുടങ്ങുക കേട്ടോ. കൺസിഡർ എന്താണ്? എ സ്ക്വയർ മൈനസ് 4a മൈനസ് 5y ഈക്വൽ ടു എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. എ സ്ക്വയറിന്റെ വാല്യൂ എത്ര കിട്ടി? 9 8 8 8 9 8 8 8 9 മൈനസ് 4a. നിങ്ങൾ 0 ഒറ്റടിക്ക് എഴുതരുത്.
4യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് എത്രയാണ്? 4 8 8 8 4 8 8 8 4 മൈനസ് 5y അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. 5 0 0 0 5 0 0 0 5 ഇതെല്ലാം കൂടി കുറയ്ക്കുകയാണ് കേട്ടോ. നമ്മൾ ഷോദാറ്റ് തന്നെ പറഞ്ഞേക്കണേ. അപ്പോൾ ഒന്നും നോക്കണ്ട, എല്ലാം 0 എഴുതിക്കുക കേട്ടോ. ഓക്കെ, ഈക്വൽ ടു 0 എന്ന് പറയാം. ക്വസ്റ്റ്യൻ ഷോദാറ്റ് എന്നാ പറഞ്ഞേക്കണം, മനസ്സിലായോ? അപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ആൻസർ എന്താ എഴുതിച്ചോളൂ? 0 എഴുതിച്ചോളൂ. അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റർ കുറയ്ക്കണം കേട്ടോ. ഇവാലുവേറ്റ് ആണ് പറഞ്ഞേക്ക്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ആണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതിപ്പോൾ ദാറ്റീസ് ഒന്ന് എടുത്ത് എഴുതാം. a² മൈനസ് 4a മൈനസ് 5y ഈക്വൽ ടു 0 കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ ഇതൊരു 7 മാർക്കിനുള്ള സാധനം ഉണ്ട് കേട്ടോ. നമ്മുടെ സോൾവിന് പകരം ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ട് പോവുക. അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? അത്ര വലിയ കാര്യമൊന്നുമില്ല. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഞാനൊരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനേ. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. ഇതൊന്ന് ചെയ്ത് നോക്കിക്കൊള്ളണേ. കാരണം ഇതത്ര വലിയ എന്താ പറയാ, കുഴപ്പമൊന്നുമില്ല. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് തനിയെ ഒന്നുകൂടി ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ. വേറെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടി വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ഇതും അവർക്ക് ചോദിച്ചാൽ അവരുടെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് അവർക്ക് 6 മാർക്ക് ആയിരുന്നു പാർട്ട് ബിയിൽ അവരുടെ ക്വസ്റ്റ്യനെ. അവർക്ക് ചോദിച്ചൊരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ഈക്വൽ ടു തന്നു. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. 1 0 0 -2 1 -1 3 0 1 ഇത്രയുള്ള ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ ക്യൂബ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ ആണ്. ആൻസർ അത്ര സിമ്പിൾ ഒന്നല്ല കേട്ടോ. ഓക്കെ, ഫൈൻഡ് എ ക്യൂബ്. അപ്പൊ നേരത്തെ പോലെ എ ക്യൂബ് ഒറ്റയടിക്ക് എ ക്യൂബ് കാണാൻ പറ്റില്ല. മനസ്സിലായോ? എ ക്യൂബ് നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റില്ല. എ ക്യൂബ് കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല കേട്ടോ. ആദ്യം നമ്മൾ a² കാണണം. a × a, അതായത് 1 0 0 -2 1 -1 3 0 1 × 1 0 0 -2 1 -1 3 0 1. അപ്പൊ ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. അത് നിങ്ങൾ ചെയ്യണേ. ആൻസർ ഞാനിപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾ വർക്കൗട്ട് ചെയ്യണേ. ഓക്കെ, a² ചെയ്തപ്പോൾ കിട്ടുന്ന ആൻസർ ഇതാണ്. 1 0 0 -7 1 -2 6 0 1 ഇതാണ് കിട്ടുക കേട്ടോ. a² വാല്യൂ ഇത് കിട്ടും. മനസ്സിലായോ? അടുത്ത സ്റ്റെപ്പ് a³ ആണ്. a³ കാണാൻ വേണ്ടിയിട്ട് a² കിട്ടിയ ആൻസറിനെ വീണ്ടും a കൊണ്ട് ഗുണിക്കുക. 2 പ്രാവശ്യം മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മനസ്സിലായോ? ഓൾറെഡി ഒരുവിധം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. മനസ്സിലായോ? അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ ഇപ്പൊ കിട്ടിയ ആൻസർ a² എത്ര കിട്ടിയത്? 1 0 0 -7 1 -2 6 0 1 × നമുക്ക് ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ചോദിക്കുകയാണെങ്കിൽ അതിനെ നമ്മുടെ a കൊണ്ട് a² കിട്ടിയ ആൻസറിനെ ഒരു പ്രാവശ്യം കൂടി a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ വീണ്ടും ഇതേപോലെ റോ കോളൊക്കെ ചെയ്യണേ. അപ്പൊ ചെയ്യുമ്പോൾ a³ ആൻസർ കിട്ടുന്നതാണ് 1 0 0 -15 1 -3 9 0 1 ഇതാണ് ആൻസർ കേട്ടോ. ഓക്കെ, തൽക്കാലം എഴുതി വയ്ക്കുക. നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. തൽക്കാലം ഇതോടുകൂടി നിർത്തുകയാണേ. ഇപ്പം നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഇനി ഈ സെക്ഷനിൽ മെട്രിക്സിലുള്ളത് ട്രാൻസ്പോസിന്റെ ക്വസ്റ്റൻ ആണ്. ഓർമ്മയുണ്ടോ? സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും പഠിപ്പിച്ച് a+a ട്രാൻസ്പോസ്. ഇത് a³ കിട്ടാൻ ചോദിച്ചാല് a² നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. a² 9 0 1
1 ആണ്. അത് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളണം. അപ്പോൾ ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ സ്റ്റെപ്പ് വരെ, വലിയ സ്റ്റെപ്പ് വരെ, ഇവിടെയും സ്റ്റെപ്പ് വരും കേട്ടോ. 2 പ്രാവശ്യം സ്റ്റെപ്പ് വരെ. മനസ്സിലായോ? ഇതൊക്കെ ടഫ് ആക്കുകയാണെങ്കിലാണ്, ടഫ് ആക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം. കേട്ടല്ലോ? മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്, അല്ലാണ്ട് ടഫ് ഒന്നും നല്ലത് പറയുന്നത് കേട്ടോ. അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. റോ കോളം, റോ കോളം, റോ കോളം, അടുത്ത റോ എടുത്തു. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം, ദെൻ തേർഡ് റോ ഫസ്റ്റ്, തേർഡ് റോ സെക്കൻഡ്, തേർഡ് റോ തേർഡ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ആൻസർ ശരിയാണെന്ന് ചെക്ക് ചെയ്തോ കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ട്രാൻസ്പോസിന്റെ, അതായത് സിമെട്രിക് സ്ക്യൂ സിമെട്രിക് എന്ന ടോപ്പിക്കിൽ ഓർമ്മയുണ്ടോ? സിമെട്രിക് സ്ക്യൂ സിമെട്രിക് ഞാൻ പറഞ്ഞിരുന്നു. എ പ്ലസ് എ ട്രാൻസ്, റോയിനെ കോളിനെ ഇന്റർചേഞ്ച് ചെയ്യുന്നത് എ പ്ലസ് എ ട്രാൻസ്പോസ്, അതിന്റെ ക്വസ്റ്റൻ ആണ്. അത് നമുക്ക് അടുത്ത ദിവസം നാളെ എടുക്കാം. ഓക്കെ അല്ലേ? നാളെ എപ്പോഴാണ് ടൈം? പക്ഷെ നാളെ എനിക്ക്